ഈ സ്റ്റേജിലേക്ക് കടന്നു വരണം. അതിനുള്ള സൗകര്യം പുറത്തു നിൽക്കുന്ന നമ്മുടെ പ്രവർത്തകർ ചെയ്തു കൊടുക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെ അനൗൺസ്മെന്റ് വാഹനം, മേൽക്കവറുള്ള സ്ഥാനാർത്ഥി പരിഗണനത്തിന് ഉപയോഗിക്കുന്ന വാഹനം ഇങ്ങോട്ട് കടന്നു വരാൻ കസേരയെ ഒന്ന് ഒതുക്കി കൊടുക്കുക. പുറത്തു നിൽക്കുന്ന പ്രവർത്തകർ അതിന് സൗകര്യം ചെയ്തു കൊടുക്കുക. ആ വാഹനം ഇങ്ങോട്ട് കടന്നു വരേണ്ടതാണ്, സ്റ്റേജിന്റെ അടുത്തേക്ക് എത്തേണ്ടതാണ്. ഇങ്ങോട്ട് കടന്നു വരട്ടെ. പ്രിയമുള്ള പ്രവർത്തകരൊന്ന് വഴിമാറി കൊടുക്കുക. ഈ യുവജന നായകനെ നമ്മൾ തെരഞ്ഞെടുത്തേക്കും. ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ കുറിച്ച് അവരുടെ ശ്രീ വിശ്വനാഥ് MLA-യും ശ്രീ അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ MLA-യും മറ്റു നേതാക്കന്മാരുമൊക്കെ നമ്മൾ ഈ ജാഥയെ നയിച്ചിരുന്നു. ഞാൻ നീട്ടിപ്പരത്തി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മളുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ശ്രീ രാഹുൽ മാങ്കൂട്ടം കടന്നു വന്ന വഴിയിലൂടെ തെളിഞ്ഞ ഒരു കാര്യമുണ്ട്. കറുത്ത മുഖവുമായി പ്രിയപ്പെട്ട രാഹുലിനെ അഭിസംബോധന ചെയ്ത ഒരു ഓട്ടറും ഉണ്ടായിട്ടില്ല. തെരഞ്ഞ പുഞ്ചിരിയോടെ പ്രിയപ്പെട്ട രാഹുൽ അഭിവാദ്യം ചെയ്യുമ്പോൾ പ്രത്യാഭിവാദ്യം ചെയ്ത ജനക്കൂട്ടത്തെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. 23-ാം തീയതി വോട്ടെണ്ണി കഴിയുമ്പോൾ പ്രിയപ്പെട്ട രാഹുൽ 20,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വിജയിക്കുമെന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. രാഷ്ട്രീയ കണക്ക് അതിര് കവിഞ്ഞാൽ ചിലപ്പോ എണ്ണപ്പെടാത്ത വോട്ടിനും പ്രിയപ്പെട്ട രാഹുൽ ജയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതെല്ലാം വെല്ലുവിളി ഉണ്ടായാലും എന്തെല്ലാം പ്രചരണം അയച്ചുവിട്ടാലും അതിനൊക്കെ ചെറുത്തു തോൽപ്പിക്കാനുള്ള നെഞ്ചൂക്ക് ഇവിടുത്തെ ജനങ്ങളുടെ ഏറ്റവും കണ്ണിലുണ്ണിയായി, ഈ ജില്ലയിലെ ഏറ്റവും നല്ല വികസന പ്രവർത്തനത്തിന് മാതൃകയായി പ്രവർത്തിച്ച നമ്മുടെ പ്രിയങ്കരനായ മുൻ MLA MP വടകര MP കൂടിയായ ശ്രീ ഷാഫി പറമ്പിൽ. പ്രിയപ്പെട്ടവരെ, ഞാനൊരു പ്രസംഗത്തിലൊന്നും മുതിരുന്നില്ല. ഒറ്റ കാര്യം മാത്രം ഞാൻ രണ്ട് നേതാക്കന്മാർക്കും ഉറപ്പു കൊടുക്കാൻ. ഇവിടെ ചാറ്റൽ മഴ പെയ്താലും പേമാരിയാണെങ്കിലും കാറ്റാണെങ്കിലും കൊടുങ്കാറ്റാണെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സംശയം വേണ്ട എന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനും ബഹുമാനായ പ്രതിപക്ഷ ഉപനേതാവിനും പാലക്കാടിന്റെ ഉറപ്പും വാക്കും ഞാൻ നൽകാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് വലിയ മഴ പെയ്തിട്ട് വലിയ പ്രയാസം സൃഷ്ടിക്കപ്പെട്ടപ്പോഴും ആ ബൈക്ക് റാലിയിൽ ഉജ്ജ്വലമായി പങ്കെടുത്ത പ്രിയപ്പെട്ട UDF-ന്റെ ചോരയും നീരുമായ മുഴുവൻ സഹപ്രവർത്തകർക്കും ഹൃദയത്തിൽ നിന്നൊരു സല്യൂട്ട് നൽകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങള് പെട്ടിയെ പറ്റിയുള്ള കള്ളക്കഥകളെ ഇപ്പൊ പ്രചരിപ്പിക്കുന്നത്, വോട്ടിന്റെ പെട്ടി തുറന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കുമെന്ന കാര്യത്തിന് ഒരു സംശയം വേണ്ട. ഞാൻ ബാക്കി ഒന്നും പറയുന്നില്ല. കുറെ കാര്യങ്ങൾ പറയാനുണ്ട് കുറച്ച് ദിവസങ്ങളിലായിട്ട്. ഞാനിപ്പോ മഴ പെയ്യത്ത് നിങ്ങൾ ഇപ്പോഴും മഴ കൊണ്ട് നിൽക്കുകയാണെന്നുള്ളതുകൊണ്ട് അതിലേക്കൊന്നും കടക്കുന്നില്ല. 23 വോട്ടെണ്ണുമ്പോൾ ബാക്കി അറിയാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയാഭിവാദ്യങ്ങൾ. ഇനിയുള്ള ദിവസം വളരെ ചുരുങ്ങിയതാണ്. ബൂത്തുകൾ ശ്രദ്ധിക്കണം. അവിടെ കാഫറൊക്കെ ഇറങ്ങിയത് ലാസ്റ്റ് മിനിറ്റിലാണ്. ഇനിയും അത്തരത്തിലുള്ള പരിപാടികൾ ഇവിടെ ഇച്ചിരി നേരത്തെ തുടങ്ങി ഞാൻ സാഹിബ്. ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ കൂടി ശ്രദ്ധിക്കണം. ഒരു കള്ളവ്യാജ പ്രചരണങ്ങൾക്കും പാലക്കാടിനെ വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ മണ്ഡലം നിങ്ങൾക്ക് അറിയാം ആരൊക്കെ തമ്മിലാണ് മത്സരം എന്നുള്ളത്. നാട്ടിലെ ജനതയെ തമ്മിലടിപ്പിക്കുന്നവരുടെ കയ്യിൽ കൊടുക്കാനുള്ളതല്ല പാലക്കാട് സീറ്റ് എന്നുള്ള നല്ല ബോധ്യം ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണിക്കുണ്ട്, പാലക്കാട്ടെ ജനങ്ങൾക്കുണ്ട്. അതിനുവേണ്ടി ഇനിയുള്ള ദിവസങ്ങൾ ബൂത്തിലെ കാര്യങ്ങൾ കൃത്യമായി എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ശ്രദ്ധിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഹൃദയത്തിൽ നിന്ന് അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് UDF. ഈ സമ്മേളനത്തിന് നന്ദി പറയുന്നത്
ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനും ബഹുമാനായ പ്രതിപക്ഷ ഉപനേതാവിനും പാലക്കാടിന്റെ ഉറപ്പും വാക്കും ഞാൻ നൽകാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് വലിയ മഴ പെയ്തിട്ട് വലിയ പ്രയാസം സൃഷ്ടിക്കപ്പെട്ടപ്പോഴും ആ ബൈക്ക് റാലിയിൽ ഉജ്ജ്വലമായി പങ്കെടുത്ത പ്രിയപ്പെട്ട UDF-ന്റെ ചോരയും നീരുമായ മുഴുവൻ സഹപ്രവർത്തകർക്കും ഹൃദയത്തിൽ നിന്നൊരു സല്യൂട്ട് നൽകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങള് പെട്ടിയെ പറ്റിയുള്ള കള്ളക്കഥകളെ ഇപ്പൊ പ്രചരിപ്പിക്കുന്നത് വോട്ടിന്റെ പെട്ടി തുറന്നാൽ രാഹുൽ മാങ്കുട്ടത്തിൽ ജയിക്കുമെന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട. ഞാൻ ബാക്കി ഒന്നും പറയുന്നില്ല. കുറെ കാര്യങ്ങൾ പറയാനുണ്ട് കുറച്ച് ദിവസങ്ങളിലായിട്ട്. ഞാനിപ്പോ മഴ പെയ്യത്ത് നിങ്ങൾ ഇപ്പോഴും മഴ കൊണ്ട് നിൽക്കുകയാണെന്നുള്ളതുകൊണ്ട് അതിലേക്കൊന്നും കടക്കുന്നില്ല. 23-ന് വോട്ടെണ്ണുമ്പോൾ ബാക്കി അറിയാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയാഭിവാദ്യങ്ങൾ. ഇനിയുള്ള ദിവസം വളരെ ചുരുങ്ങിയതാണ്. ബൂത്തുകൾ ശ്രദ്ധിക്കണം.